ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ ഇപ്പം മഴയൊക്കെ പെയ്ത് മാനം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇവനായിരുന്നു എനിക്ക് പണി തന്നുകൊണ്ടിരുന്ന മരം കേട്ടോ. വേനൽക്കാലം ആയപ്പോൾ മൊത്തം ഇലയും പൊഴിച്ച് എൻ്റെ മുറ്റത്തോട്ടിട്ട് എന്നെ തൂത്ത് മടുപ്പിച്ചായിരുന്നു കേട്ടോ. ഇതുണ്ടോ, തൂത്തതിന് ഇനിയും ഉണ്ട് കുറേ ഇലകൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ മടുത്തു പോകും, അതുപോലെ ഇലയായിരുന്നു കേട്ടോ. മിറ്റിലയിലോട്ടൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു തൂത്തെടുക്കാനൊക്കെ. ഇനിയിപ്പോൾ അതേണ്ടേ പുതിയതായിട്ട് വേറെ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവൻ്റെ പരിപാടി കഴിഞ്ഞു, അവൻ തളർത്തു. പിന്നെ ഇപ്പോൾ ദേ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇതുണ്ട് നമ്മുടെ താമരക്കുട്ടന്മാർ ഇതിൻ്റെ എല്ലാവരും ഇലയൊക്കെ വന്ന് നിൽക്കുന്നു. അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വാടിപ്പോയതിന് ശേഷം വന്നതാണ്, രണ്ടാമത് വന്നതാണ് കേട്ടോ ഈ ഇലയൊക്കെ. വേണ്ടേ നമ്മുടെ ആട്ടിൻകുട്ടികൾ പുറത്തിറങ്ങി കേട്ടോ. ഇവന്മാർ ഭയങ്കര വില്ലന്മാരാണേ. ഇവന്മാർ കുറച്ച് നേരമൊക്കെ ഒന്ന് വെളിയിൽ കൂടെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ചെടികൾ ഫുള്ള് ഇവിടെ ഞാൻ കുറേ 10 മണിയൊക്കെ നട്ട് വെച്ചായിരുന്നു, അതെല്ലാം ഫുള്ള് ചവിട്ടി നാശമാക്കി കളയും. വഴക്ക് പറഞ്ഞാൽ എന്നാൽ ഓടിപ്പോയി കൂട്ടിനകത്തോട്ട് കയറുകയും ചെയ്യും. കിറ്റി പുല്ല് തിന്നാറായിട്ടുണ്ട്. അവൾ ചെറുതായിട്ട് പുല്ലൊക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അവളെ കഴിഞ്ഞ് ഒരു 4 ദിവസത്തെ ഇളയതാണ് കേട്ടോ അവന്മാർ, ഈ ചെറുക്കന്മാർ. ഓക്കെ, ഇപ്പോൾ ഓലയുടെ കളറും അവൻ്റെ കളറും ഒരേപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. അമ്മമാരും അപ്പനും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ഞാനിവിടെ ഇരുന്നിട്ട് മുളകൊക്കെ പേറ്റായിരുന്നു കേട്ടോ. മുളക് കൊടുക്കാനുള്ള സമയമായി. അപ്പം പേറ്റി പെറുക്കിയൊക്കെ എടുക്കുമായിരുന്നു. അന്നേരത്തേക്കാണ് ഒരു മഴ പെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ നല്ല മഞ്ഞൊക്കെ കയറി നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പം. അന്ന് ഇതിപ്പം മഞ്ഞെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിവിടെയൊക്കെ നമ്മുടെ കുറേ ബോൾസം പ്ലാന്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ ഞാൻ എടുത്തിട്ട് ഇവിടെ മഴ നനയാതെ എടുത്ത് സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകും. ഇതിൻ്റെ തണ്ട് നമ്മൾ ഇത്രയും ഒരു വിധത്തിലാണ് സെറ്റാക്കിക്കൊണ്ട് വന്നേക്കുന്നത്, അന്നേരത്തേക്കും ഇത് അഴുകി പോകും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇപ്പം പിടിച്ച് വരുന്ന തൈകളെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചു. ബാക്കി വലിയ പ്ലാന്റുകളെല്ലാം അവിടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാത്തിൻ്റെ ഓരോ വെറൈറ്റി വെച്ച് ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ച് കയറി വരുന്നുള്ളൂ. ഇത് കണ്ടോ, ഇത് നല്ലൊരു കടും റെഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ പറമ്പിൽ മുറ്റത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം പിടിപ്പിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ലൊരു ഡബിൾ പെറ്റലാണ് കേട്ടോ. റെഡ് കളറിലെ നല്ല റോസാപ്പൂ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് പൊതുവേ തണ്ടിന് ഇച്ചിരി കട്ടി കുറവാണേ. അതുകൊണ്ട് ഇത് കണ്ടോ, ഞാൻ ഒരു കമ്പൊക്കെ നാട്ടി അതേൽ കെട്ടി വെച്ചേക്കുവാണ്. നല്ല രസമില്ലേ കാണാൻ. ഇത് നിറച്ചും പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ അതെല്ലാം വിരിഞ്ഞ് തീർന്നിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഒടിച്ച് വിടണം. ഇനി ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഞാനിങ്ങനെ വെട്ടി വിടാണ്ട് നിർത്തിയേക്കുന്നതാണ്. അതുപോലെ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ വേറെ കുറേ ചെടികൾ കൂട്ടം കൂടി നിൽപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാനിപ്പോൾ 1-2 പേര് ഇങ്ങനെ ആവശ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ 3-4 വെറൈറ്റി കളറുകൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതേണ്ട ഞാനിങ്ങനെ ചെറിയൊരു പോട്ടിനകത്തോട്ട് ഓരോ വെറൈറ്റികൾ, ഇതൊരു 6-7 കളറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ മാറ്റി നട്ടേക്കുന്നതാണ്. ഇപ്പം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് നിറച്ചും ആകും കേട്ടോ. അപ്പോൾ ഒരു തയ്യേ ഉള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഇത് ഒരു കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് കവർ ചെയ്ത് ഇത് നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റി നട്ടൊക്കെ എടുക്കാം. ഇത് കണ്ടോ, ഇതൊരു നല്ലൊരു കളറുണ്ട്. പിന്നെ ഇത് പിന്നെ അതിൻ്റെ തന്നെ ഇത് കണ്ടോ, വൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ലൈറ്റ് പിങ്ക് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് വെച്ചേക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഞാൻ മാറ്റി പോട്ടിനകത്തോട്ടാക്കി കൊടുക്കും. അല്ലാണ്ടും കൊടുക്കും കേട്ടോ. നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചൊക്കെ തരും കേട്ടോ. നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ അയച്ചു തന്നത് കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ എന്നാ പറയുന്നത്, ബ്രഹ്മി. ഇതിപ്പോൾ ഞാൻ കുറേ നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 2 തണ്ട് ഞാനിങ്ങനെ മഴ നനഞ്ഞ് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു 2 എണ്ണം എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ബ്രഹ്മി. ഇതിനിപ്പോൾ ഇതിനകത്ത് നിറച്ചും ആകും. കുറേ ഉണ്ടായിരുന്നു, അതിൻ്റെ 2 തണ്ട് ചുമ്മാ എടുത്ത് ഞാൻ ഇതിനകത്തോട്ടൊന്ന് വെച്ച് നോക്കിയതാണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഈ ചെടിയുടെ തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, വിത്ത് ഇട്ട് മുളപ്പിച്ചിട്ട് ചെറുതായിട്ട് തൈകളായി വരുന്നത് കണ്ടോ. ഇതിനിപ്പോൾ ഇതിനകത്ത് വന്ന് നിറച്ചും ആകും. അന്നേരത്തേക്ക് നമുക്കിതിനകത്തുനിന്ന് പറിച്ച് മാറ്റി വെക്കാം. പിന്നെ ഇത് കണ്ടോ, ഞാനൊരു ബോട്ടിലിനകത്ത്, സ്പ്രേ ബോട്ടിലിനകത്ത് നമ്മുടെ സാഫ് കലക്കി വെച്ച് കേട്ടോ. എപ്പോഴും ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ അന്നേരം കലക്കാനൊക്കെ പാടായതുകൊണ്ട് ഞാനിതിൻ്റെ സാഫ് ഇതിനകത്ത് കലക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഇതിനൊക്കെ നമ്മുടെ ചൈനീസ് ബോൾസത്തിന് എന്താണെങ്കിലും സാഫിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്
അസുഖങ്ങളൊക്കെ വന്ന് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം വേനൽക്കാലത്തൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ അടിച്ചു കൊടുക്കും. പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുരടിപ്പ് വരും. ഇത് കണ്ടോ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരടിച്ച് വന്നായിരുന്നു കേട്ടോ. അന്നേരമാണ് ഞാൻ ഇത് കലക്കി വെച്ചത്. പിന്നെ ഇത് 1-2 പ്രാവശ്യം അടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതേണ്ട ഉഷാറായിട്ട് വരുന്നുണ്ട്. കണ്ടോ, എനിക്ക് ചൈനീസ് ബോൾസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ വൈറ്റ് കളറ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പ്ലാന്റുകളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ. ഇതെല്ലാം ഞാൻ ഓരോന്നും ഉണ്ടാക്കി എക്സ്ട്രാ വെച്ചേക്കുവാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമുക്കൊരു 4 ഉണ്ട്. ഇതെല്ലാം തൈകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ആവശ്യക്കാരെപ്പോഴാണ് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല, അപ്പം നമ്മൾ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റ് നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ചുമ്മാ മണ്ണിൽ നട്ട് വെച്ചേക്കുകയാണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടി നടുന്നതിലും കൂടുതലും ഇത് നന്നായിട്ട് ഉണ്ടാകുന്നത് മണ്ണിൽ ചുമ്മാ മുറ്റത്തൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാകും. നമുക്ക് കട്ടിങ്സ് എടുക്കാം, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ചുമ്മാ മണ്ണിനകത്ത് നട്ട് വെച്ചേക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒത്തിരി വെള്ളവും വളമോ അങ്ങനെയൊന്നും കൊടുത്ത് ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ മദർ പ്ലാന്റ് അവിടെ നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്ന ഇതാണ് കേട്ടോ. ചെറിയൊരു തണ്ട് നട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം വന്ന് നോക്കിക്കേ, കുറേ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. നോക്കി എന്തോരം വന്ന് നോക്കി, ഒരുപാടുണ്ട് ഇതിനകത്ത്. ഒത്തിരി കട്ടിങ്സ് നമുക്ക് എടുക്കാം ഇത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു പിങ്കിൻ്റെ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പിങ്കില്ലേ, ഇതിൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടിക്കകത്ത് വെച്ചേക്കുമായിരുന്നു. ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് പെട്ടെന്നൊരു ഇതിനൊരു അസുഖം വാട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഇതിൻ്റെ തൈ പോയി. അന്നേരം ഞാൻ അതിനകത്തുനിന്ന് മുറിച്ചെടുത്ത് നല്ലൊരു തണ്ട് നോക്കി, ഹെൽത്തി ആയിട്ടുള്ളൊരു തണ്ട് നോക്കി മുറിച്ചെടുത്തിട്ട് ഇത് കണ്ടോ, ചുമ്മാ ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കുവാണേ. എന്നിട്ട് ഇതേണ്ടേ ഇപ്പം ഇതേ ഒരാഴ്ചയുടെ അടുത്തായി കേട്ടോ വെച്ചിട്ട്. കാണിച്ചു തരാം ഞാൻ. ഇതെല്ലാം അത് പുതിയത് വെച്ചതാണേ. ഇത് കണ്ടോ, വേര് വന്നേക്കുന്നത് കണ്ടോ, വേര് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കൊരു പോട്ടിനകത്തോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇതും വേര് വരാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ വേര് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കുന്നത്, ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കണ്ടാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു പിങ്ക് കളറിലെ ഡബിൾ പെറ്റലിൻ്റെ ആയിരുന്നേ, പിങ്ക്. അതിനും ഇതുപോലെ പെട്ടെന്നൊരു ചീയൽ വന്ന് പെട്ടെന്ന് വാടിപ്പോയി. ഞാൻ അപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് വല്ല സംഭവിച്ചായിരിക്കും എന്ന് ഓർത്തത് ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ അതിൻ്റെ അടിവശം ചീഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പ്ലാന്റ് പോകില്ല, ഇത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതേണ്ട് അതിൽ നിന്ന് ഞാൻ 2 തണ്ട് എടുത്തിട്ട് ഇതേണ്ട് ചുമ്മാ വെള്ളത്തിൽ വെച്ചേണ്ടത് കണ്ടോ, വേര് വന്നേക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മണ്ണിലോട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചൈനീസ് ബോൾസ് ഞാൻ വേര് പിടിപ്പിക്കുന്നേ. പിന്നെ അതിൻ്റെ തന്നെ ഇതേണ്ടേ ഇതിനകത്ത് പറഞ്ഞാൽ ഞാൻ മണ്ണി ചുമ്മാ കുഴിച്ചിട്ടുണ്ട്. ഇരുട്ടാണ്, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഇരുട്ട് നിൽക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, മണ്ണിൽ വെച്ച് പിടിപ്പിച്ചായിരുന്നു, അതിനകത്ത് ഒരെണ്ണം കിളുത്ത് നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു പോട്ടാണ് കേട്ടോ. ഈ പോട്ട് നല്ലൊരു ഐശ്വര്യമുള്ള പോട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ചെടിയും എന്തെങ്കിലും വാട്ടൽ വന്നു കഴിഞ്ഞ് പോകുമോ എന്തെങ്കിലും സംഭവിച്ചാൽ അന്നേരം അതിൻ്റെ ഒരു തണ്ട് ചുമ്മാ ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി വയ്ക്കും കേട്ടോ. ഇതുണ്ടോ, ഇത് നല്ലൊരു പിങ്കായിരുന്നു. നമ്മുടെ മീയ അതിനകത്ത് കയറി, അത് ഞാൻ ചുമ്മാ മുറ്റത്ത് നട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നല്ല വലിയ പൂക്കളൊക്കെ ആയിരുന്നു. മീയ അതിനകത്ത് കയറി കളിച്ചതാണ്, അത് ഒടിഞ്ഞു പോയി. അപ്പം ഞാൻ അതിൻ്റെ ഒരു തണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വേറെ വെള്ളത്തിനകത്ത് വേറെ എങ്ങും നട്ട് വെച്ചില്ല, അതിനകത്ത് ചുമ്മാ കൊണ്ടൊന്ന് കുത്തി വെച്ചതേണ്ടേ. അതിന് നല്ലൊരു മുള വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ചെടിയെന്നും ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്ത് വെക്കുന്നത് പിടിച്ചില്ലെങ്കിലും ഇതിനകത്ത് പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇത് ഒരു ഡബിൾ പെറ്റലാണോ, നല്ല റെഡ് കളറ്. അതുപോലെ ഇത് നമ്മുടെ ഒരു പിങ്ക് കളറാണിത്. പിന്നെ ഇത് ലൈറ്റ് റോസ് കളറിലെ ഡബിൾ പെറ്റലാണ്. ഇത് ഒരു റോസ് കളറിലെ സാദാ ആണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു റെഡാണേ. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് വേര് വന്നു കഴിയുമ്പോൾ ഞാൻ എടുത്ത് മാറ്റി ചെടിച്ചട്ടിക്കകത്ത് എടുക്കും. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത പുതിയ കളറുകളുടെയൊക്കെ ഓരോ തണ്ട് ഞാൻ ഇതിനകത്ത് ചുമ്മാ കുഴിച്ച് വെച്ചേക്കും. ചുമ്മാ അങ്ങ് കുത്തി ഇങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കയറി വന്നോളും. ചെടികളുടെയൊക്കെ മദർ പ്ലാന്റ് നിൽക്കുന്നത് ഇത് ഞാൻ ചുമ്മാ ഇതേൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഒത്തിരി തണ്ടുകൾ ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നട്ട് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ മീയ കയറി നശിപ്പിക്കുന്നതാണ് കേട്ടോ. അവൾ ഇതിനകത്ത് ചാടി കയറി ഇതിനകത്താണ് കിടക്കുന്നത്. ഇതുണ്ടോ, ഇത് പറഞ്ഞാൽ മഴ പെയ്തപ്പോൾ തളർന്നു പോയി. ഇനിയിപ്പോൾ ഇതൊന്ന് ശരിച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലും പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ചെറിയ വിലയൊക്കെ ഉള്ളൂ കേട്ടോ, 5 രൂപയും 10 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.